ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണ് പറയുന്നത്. അപ്പോൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ വേഗം ഒരു കാര്യം പറയട്ടെ, ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഒരുപാടല്ല, കുറച്ച് പേര് ചോദിക്കാറുണ്ട് നിനക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല ഈ ടിപ്സൊക്കെ ഇടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം നമ്മുടെ ജോലികൾ നമ്മളല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ചെയ്തു തരുമോ? ഇല്ല, നമ്മുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി അരമണിക്കൂർ നമുക്ക് ഫ്രീ കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് മറ്റെന്തൊക്കെ ചെയ്യാൻ പറ്റും? എസ്പെഷ്യലി വീട്ടമ്മമാർക്കാണെങ്കിൽ എപ്പോഴും ജോലിയാണ്. ഒരു വീട്ടിലെ ജോലി മാത്രം ഒരിക്കലും തീരാത്തൊരു ജോലിയാണ് അല്ലേ? നമ്മുടെ ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഒരു പെർട്ടിക്കുലർ ടൈം ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു ജോലി ചെയ്യുന്നുള്ളൊരു പ്രത്യേകിച്ചൊരു വാല്യൂയും കിട്ടും. പക്ഷേ വീട്ടിലാണെങ്കിൽ എത്ര ജോലി ചെയ്താലും ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്തില്ല എന്നുള്ള കാര്യമാണ് പെട്ടെന്ന് നോട്ടീസ് ആവുക അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്, ഒരാൾക്ക് മാത്രമല്ല. പിന്നെ എല്ലാവർക്കും കുറേ ഹോബീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കുന്നവരായിരിക്കും കൂടുതലും ആളുകൾ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കൂടുതലും ആളുകൾ അങ്ങനെയായിരിക്കും. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് കുറച്ച് ടൈം കിട്ടിയാൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ആരെങ്കിലും കളിയാക്കുന്നവരൊക്കെ കളിയാക്കോട്ടെ. ടിപ്സൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ജോലികൾ, അതായത് അടുക്കള ജോലികളും വീട്ടു ജോലികളൊക്കെ തീർത്തിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കണ്ടെത്താം. ഇനി ഒന്നുമില്ലേ, നമുക്ക് കുറച്ച് നേരം വെറുതെ ഇത് TV കാണാനോ, അതും ഒരു പ്ലഷർ അല്ലേ തരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഈ ടിപ്സൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ്, ഈ പഴമൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഈച്ചയൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ. അതിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈച്ചയൊക്കെ വന്നിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഈച്ച വന്നിരിക്കണ ഇതിൻ്റെ ഈ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, അവിടെയാണ് പെട്ടെന്ന് ഇങ്ങനെ കറുത്ത് വരും. അവിടെ ഈച്ചയൊക്കെ വന്നിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഈച്ച വന്നിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അവിടെ അങ്ങോട്ട് കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ ഈച്ച വന്നിരിക്കില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, കാപ്പിപ്പൊടി സൂക്ഷിക്കുന്നതാണ്. ബ്രൂവിൻ്റെയൊക്കെ ഈ നൈസായിട്ടുള്ള പൊടിയുണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് കട്ടയായിട്ട് വരാറുണ്ട് അല്ലേ? എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അങ്ങനെ കട്ട പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. 1 വർഷമാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലതുപോലെ ഇരിക്കും. പിന്നെ ഈ നെസ്കഫേയുടെ ഒക്കെ പൊടി, തരിതരിയായിട്ടുള്ള പൊടിയുണ്ടല്ലോ, അതിനങ്ങനെ വലിയ കുഴപ്പം വരാറില്ല. പുറത്ത് വെച്ചാൽ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. പിന്നെ ഇതിൽ പ്ലാസ്റ്റിക് സ്പൂൺ ഇടുന്നതായിരിക്കും നല്ലത്, സ്പൂൺ ഇട്ട് വെക്കുവാണെങ്കിൽ. ഞാൻ സ്പൂണൊന്നും ഇട്ട് വെക്കാറില്ല. സ്പൂൺ ഇട്ട് വെക്കുന്നവർക്ക് സ്റ്റീൽ സ്പൂണിനേക്കാളും നല്ല പ്ലാസ്റ്റിക് സ്പൂൺ ആയിരിക്കും. അതാകുമ്പോഴും കട്ട പിടിക്കാനുള്ള ചാൻസ് ഒഴിവാക്കാം. അടുത്ത ടിപ്പ് ചായപ്പൊടിയുടേതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ, എസ്പെഷ്യലി വീട്ടമ്മമാർക്ക്. എല്ലാവർക്കും, അതേ വീട്ടമ്മയ്ക്കെന്നല്ല, വീട്ടിലെല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മൾ ചായ വെച്ച് കഴിഞ്ഞിട്ട് ഈ ചായപ്പൊടി കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ചായപ്പൊടി കളയണ്ട. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഉരച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയാവും. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ചായപ്പൊടി ഇട്ട് കൈ ഇതുപോലെ അങ്ങ് ഉരച്ച് തേച്ച് കഴുകി കളഞ്ഞാൽ മതി. കൈ നല്ല സോഫ്റ്റ് ആവും, നല്ല ക്ലീൻ ആവും, ചെറുതായിട്ടൊന്ന് കളറും വയ്ക്കും. ഇനി നല്ലതുപോലെ കളറൊക്കെ വയ്ക്കണം, നല്ലൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഒരു ഇത്തിരി നാരങ്ങ നീരും ഇത്തിരി ഹണിയൊക്കെ ചേർക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി ഓയിൽ ചേർക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ചെയ്യുക കേട്ടോ. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇത് വെറുതെ അങ്ങോട്ട് കളയുന്നതിന് പകരം കൈ ഒന്ന് ഉരച്ച് വെച്ച് കഴുകിയിട്ട് കളയാം. ഇത് എല്ലാവരും ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. എന്ത് സോഫ്റ്റ് ആവുമെന്നോ ഇത് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കൈ നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രയ്ക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിലെല്ലാവരും എടുക്കുന്നൊരു സാധനമല്ലേ, നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവും, ശരിക്കും ഒരു പട്ട് പോലെ സോഫ്റ്റ് ആവുക എന്ന് പറയില്ലേ, നമ്മൾ പരസ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ ആ ഒരു എഫക്റ്റ് നമുക്ക് കൈക്ക് കിട്ടും. പിന്നെ കയ്യിൽ നിന്ന് മാത്രമല്ല, ഇത് സ്കിന്നിന് വളരെ നല്ലതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണേൽ മുഖം കഴുകാം. നമുക്ക് കുളിക്കുമ്പോൾ സോപ്പിന് പകരം ഇത് വെച്ചിട്ട് കഴുകാം. കാല് മാത്രം വേണമെങ്കിൽ കഴുകാം. കാലൊക്കെ നല്ല സ്കിന്നൊക്കെ കട്ടിയായിട്ടിരിക്കുകയായിരിക്കില്ലേ, അതൊക്കെ മാറും കേട്ടോ. ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഡേയിൽ ഇതിട്ടിട്ട് നിങ്ങൾ കുളിക്കുക, എന്നിട്ടും കഴുകി കളഞ്ഞാൽ മതി. മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ, നല്ല നീറ്റായിട്ട് കിട്ടും. ഈ ഒരു ടിപ്പ് തന്നെ ഞാൻ നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ചാനൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം. അനു ശ്രീനാഥ് എന്ന പേരിൽ നമുക്ക് മറ്റൊരു ചാനലുണ്ട്. അതിൽ ബ്യൂട്ടി ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് കേട്ടോ. വെയിറ്റ് ലോസ്, പിന്നെ സാരി ഉടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ വീഡിയോ ഇതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഒക്കെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിത് പറഞ്ഞിട്ട് അവർ മിക്കവാറും ചെയ്യും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഒരു ഇത്തിരി എണ്ണ തേച്ച് കൊടുക്കുകയോ ചെയ്താൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. പിന്നെ ക്രീം ഇടുവാണെങ്കിൽ നമുക്ക് പിന്നെ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ക്രീമൊക്കെ അവിടെ ഇവിടെ പറ്റും, ഫുഡിലൊക്കെ ആവും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ ഒരു നുള്ളു വെളിച്ചെണ്ണ എടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ശരിക്കും നമ്മുടെ ഈ ചായപ്പൊടിയിൽ തന്നെ ചെറുതായിട്ട് ഓയിലിൻ്റെ കണ്ടന്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ട്രീ ഓയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി റെക്കമെൻഡഡ് ടിപ്പാണ്. 100% റിസൾട്ട് കിട്ടും, നല്ലതാണ്. നിങ്ങൾ ഒരിക്കലും ചായപ്പൊടി വെറുതെ കളയില്ല. പിന്നെ ഇത് ബാക്കി ചായപ്പൊടി കൊണ്ടുവന്ന് ചെടിക്കാൻ ഇട്ട് കൊടുത്തോ കേട്ടോ, നല്ല എഫക്റ്റീവായിട്ടൊരു വളവുമാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ചായപ്പൊടി എടുക്കണ അരിപ്പയുടേതാണ്.
അപ്പോൾ ഈ ചായ അരിപ്പ ഒരുപാട് വൃത്തികേടായിട്ട് പിന്നീട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വൃത്തികേടാക്കുന്നതുകൊണ്ടല്ലേ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ട, കുറേ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്ത പഴയ ബ്രഷ് എടുക്കുക. നമ്മൾ വായിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല ഈ ബ്രഷ്. അത് നമ്മൾ ഏറ്റവും നല്ല വൃത്തിയുള്ള സാധനമല്ലേ നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അത് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി എടുക്കുന്നതുകൊണ്ട് ഒട്ടും അറപ്പ് തോന്നേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിയുള്ള സാധനം തന്നെയാണ് നമ്മുടെ ബ്രഷ്. അപ്പോൾ ഈ ബ്രഷ് നല്ലതുപോലെ പഴയ ബ്രഷ് ഒന്ന് കഴുകിയെടുത്തിട്ട് കിച്ചണിൽ വെച്ചിരുന്നാൽ മതി. ഇത് നമ്മൾ എല്ലാ ദിവസവും ചായയരിപ്പ കഴുകുമ്പം സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെ സ്പോഞ്ച് വെച്ചിട്ടോ ഒന്നും ചായയരിപ്പ കഴുകേണ്ട ആവശ്യമില്ല. ആ ബ്രഷ് എടുത്തിട്ട് ആ ചായയരിപ്പ ഒന്ന് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ അതിനിടയ്ക്കുള്ള ചായപ്പൊടി പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ പോകും. പിന്നെ അതിൻ്റെ വക്കിലും സൈഡിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അതൊക്കെ പോകും കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് 100% യൂസ്ഫുള്ളാണ്. അപ്പോൾ ഡെയിലി ചായയരിപ്പ കഴുകുമ്പം ഈ ബ്രഷ് വെച്ച് കഴുകി നോക്കിക്കോളൂ. ഇനി അങ്ങനെ ഒരു കറ പിടിച്ചിരിക്കുന്ന ഒരു അഴുക്ക് പിടിച്ചിരിക്കുന്ന അവസ്ഥ വരില്ല. ബ്രഷും മറ്റേ ലോഷനും കൂടി ഇട്ട് വേണം കേട്ടോ കഴുകാൻ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വെളുത്തുള്ളി പൊളിക്കുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി പൊളിക്കുന്നതിൻ്റെ കാര്യം ആദ്യം പറയട്ടെ. വെളുത്തുള്ളിയാണല്ലോ ഉള്ളിയാണല്ലോ ഒക്കെ നമുക്കിപ്പോൾ ഒരെണ്ണം മതിയെങ്കിൽ നമുക്ക് പൊളിക്കാൻ ഒരു പാടുമില്ല. അതാ പെട്ടെന്ന് എടുത്തിട്ട് കത്തി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്താൽ മതി. ഒരു ഉള്ളിയോ 2 ഉള്ളിയോ ഒക്കെ വേണ്ട സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. ഇത് പറയുന്നത് 1 2 വേണ്ട സമയത്തല്ല, കുറേ അധികം വേണ്ടപ്പോൾ. ഒരെണ്ണമൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ കത്തി കൊണ്ട് ഈ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിങ്ങ് പൊളിഞ്ഞു കിട്ടും കേട്ടോ. ഒരെണ്ണമൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഏതാണെന്ന് പൊളിച്ചിടാൻ ചുമ്മാ കൈ കൊണ്ട് അങ്ങോട്ട് പൊളിച്ചിട്ടാൽ മതിന്നേ. കത്തി വെച്ചിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പൊളിക്കുക, പെട്ടെന്ന് എല്ലാം അങ്ങ് പൊളിച്ചിടുക. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയുടെ അല്ലിയെല്ലാം അങ്ങ് പൊളിച്ചിടുക. ചുമ്മാ കൈ കൊണ്ട് അങ്ങ് പൊളിച്ചിട്ടാൽ മതി. ഇല്ലെങ്കിൽ കത്തി കൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പുള്ള സ്ഥലത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അകത്തി കൊടുത്താൽ മതി. എല്ലാം അങ്ങ് പെട്ടെന്ന് പൊളിച്ചിടാം. ഇതൊക്കെ വേഗം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. ചെറിയൊരു ചൂട് മതി കേട്ടോ, അല്ലാതെ വെന്ത് പോണ ചൂടൊന്നും എടുക്കരുത്. എന്നിട്ട് അതിലേക്ക് ഈ അല്ലിയെല്ലാം പെറുക്കിയിടുക. പെറുക്കിയിട്ടിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം കൈയിട്ട് അത് നല്ലതുപോലെ ഇങ്ങനെ അങ്ങ് ഞവടി എടുക്കുക. അല്ലെങ്കിൽ ഒരു അല്ലി എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം, പെട്ടെന്ന് നിങ്ങൾ പൊളിഞ്ഞു പോരും. ഓരോന്നായിട്ട് പൊളിക്കാനാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞവടി കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ ഞവടി കൊടുത്ത് കഴിയുന്ന സമയത്ത് ഒന്ന് ബലമായിട്ട് ചെയ്താൽ മതി. ആ തൊലിയൊക്കെ പൊളിഞ്ഞു പോകും. എന്നിട്ട് അതിങ്ങ് പെറുക്കിയെടുത്താൽ മതി. 1-2 പേര് ചെയ്യാണ്ടെങ്കിൽ നല്ല എളുപ്പമാട്ടോ. ചുമ്മാ ഞവടി കൊടുക്കുക. എന്നിട്ട് ഒരാൾ ഇതിങ്ങനെ പെറുക്കി എടുക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും. നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് കുറേ എണ്ണം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് പെറുക്കിയെടുത്ത് വെക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കാര്യം കൂടെ പറയാം. ഒരു കുപ്പിയോ അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന കണ്ടെയ്നറോ എടുക്കുക. ഒരു കുപ്പിയാണ് എളുപ്പമാട്ടോ, സ്പേസും കുറച്ച് മതിയല്ലോ. എന്നിട്ട് ഇതിപ്പോൾ നനഞ്ഞ വെളുത്തുള്ളി ആയതുകൊണ്ട് അത് നല്ലപോലെ തുടച്ചിട്ട് വെള്ളം കളയണം കേട്ടോ. ഒരു നല്ലൊരു വൃത്തിയുള്ള തുണിക്കകത്തോട്ട് എടുത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, പെട്ടെന്ന് വെള്ളം പോയിക്കോളും. എന്നിട്ട് അത് ഈ കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അത് അവിടെ കിടന്നോളും. വെള്ളമൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും വരുവാണെങ്കിൽ അത് അതിൽ പറ്റി പോയിക്കോളും. ഇനി ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാൻ ഞാൻ പറയില്ല, കാരണം അതിനകത്ത് ഈ കാർബണൊക്കെ ഉള്ളതല്ലേ. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയുടെ ചെറിയൊരു പീസ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി. എപ്പോഴും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണിയുടെ ചെറിയ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ തുണിയിൽ പറ്റിപ്പോയിക്കോളും. എന്നിട്ട് ആ തുണിയും എടുത്ത് മാറ്റിയാൽ മതി. ഒരു 2 ആഴ്ച വരെയൊക്കെ നല്ല ടൈറ്റുള്ള കണ്ടെയ്നർ ആണെങ്കിൽ വെള്ളം ഒന്നും വരില്ല, അഴുക്കൊന്നും ആവില്ല, കേടാവില്ല. നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ 2 ആഴ്ച വരെയൊക്കെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാതെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അത് കൂടുതൽ കാലം വെക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ വെളുത്തുള്ളി ഒട്ടും കേടാവില്ല, നല്ല ഇതായിട്ടിരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും വെളുത്തുള്ളി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നങ്ങ് എടുത്താൽ മതിയല്ല, ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ ഞാൻ ഈ ബോട്ടിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. ഇത് നല്ലൊരു കുപ്പിയായിരുന്നു, നല്ല ഷേപ്പൊക്കെ അല്ലേ. അപ്പോൾ ഇതിന് പുറത്തുള്ള ഈ പശ ഞാൻ എത്ര നോക്കിയിട്ടും ഇത് പശ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ കുപ്പി കളയണ്ടല്ലോ, ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ടേപ്പ് ഇതിൽ ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. അതേപോലെ തന്നെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എനിക്ക് കൂടി പറഞ്ഞു തരിക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു, താങ്ക് യു, ലവ് യു ഓൾ.